ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു സ്മോക്ക് കേസ് ട്രൈ ചെയ്ത് നോക്കിയാലോ. പ്രോപ്പർ ആയിട്ടുള്ള സ്മോക്ക് കേസ് അല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് അറിയുന്ന പോലെ. ഞാൻ ഇവിടെ എടുത്തിക്കുന്നത് ഐലൈനർ ജെല്ലാണ്. ജെല്ല് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അങ്ങനെ രണ്ട് കണ്ണിലും ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ വരച്ച ഔട്ടർ ലൈൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ബ്രഷോ ബച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ വെച്ചാൽ അത് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് ഞാൻ ഐഷാഡോ ഒന്ന് ഇടുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഐഷാഡോ ഇടുന്നതിൽ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന്റെ അവിടെ ടച്ച് ആക്കരുത്, അല്ലാത്ത സ്ഥലത്ത് മാത്രം ഒന്ന് ഐഷാഡോ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഐഷാഡോ ആണ് എടുത്തേക്കുന്നത്. ഇതും ഈ ഒരു റെഡിഷ് കളറാണ് എടുത്തേക്കുന്നത്. എടുത്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്തതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐഷാഡോ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ് ഫൈനലി കിട്ടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ യൂസ് ചെയ്തിട്ട് വിങ്സ് വരച്ചു കൊടുക്കാം. വിങ്സ് മാത്രം ഐലൈനർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി, ബാക്കി നമ്മൾ ഓൾറെഡി വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐലൈനർ യൂസ് ചെയ്തിട്ട് ആ കോർണർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഐസിന് ഒരു പ്രോപ്പർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ ഐഷാഡോ എടുത്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്തതിന്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ന്യൂഡ് ഷെയ്ഡ് ഐഷാഡോ എടുത്തിട്ട് കണ്ണിന്റെ അടിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യലാണ്. രണ്ട് കണ്ണിലും നല്ല രീതിക്ക് തന്നെ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫൈനൽ സ്റ്റെപ്പ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കലാണ്. അങ്ങനെ രണ്ട് കണ്ണിലും മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്മോക്കി ഐസ് റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ സ്മോക്കി ഐസിന്റെ ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.